നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി. വെള്ളിയാഴ്ച സൂക്ഷ്മ പരിശോധന. 23 വരെ പത്രിക പിൻവലിക്കാം. അന്തിമ ചിത്രം തെളിയുന്നതോടെ കേരളം തദ്ദേശ പോരിന്റെ ആവേശത്തിലേക്ക് കടക്കും. തെരഞ്ഞെടുപ്പ് പത്രികാ സമർപ്പണം പൂർത്തിയായിട്ടും പലയിടത്തും UDF-ൽ അന്തിമ ചിത്രമായില്ല. കുന്നംകുളത്തും ഗുരുവായൂരിലും UDF-ൽ ഔദ്യോഗിക പട്ടിക പുറത്തുവന്നില്ല. കുന്നംകുളത്ത് വിമതർക്ക് 2 സീറ്റ് മാത്രമെന്ന സൂചന. വിമതരുടെ സാന്നിധ്യം വർദ്ധിക്കാൻ സാധ്യത. ഉരുളിക്കുന്നിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗം വിമത സ്ഥാനാർത്ഥിയായി പത്രിക നൽകി. തർക്കങ്ങളെ തുടർന്ന് ചാവക്കാട് CPM ബ്രാഞ്ച് സെക്രട്ടറി രാജിവെച്ചു. പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ട് മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തതിൽ രാഷ്ട്രീയമില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റെന്നും നിയമത്തിന്റെ വഴിയിലാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി. വിശദമായ വാർത്തയിലേക്ക്. ആദ്യം നാട്ടങ്കം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി. വെള്ളിയാഴ്ച രാവിലെ മുതൽ സൂക്ഷ്മ പരിശോധനയാണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വാർഡ് അടിസ്ഥാനത്തിൽ സമയം നിശ്ചയിച്ചാണ് പരിശോധന. സ്ഥാനാർത്ഥിക്കും നിർദ്ദേശകനും ഏജന്റിനും മാത്രമേ പ്രവേശനമുള്ളൂ. മുനിസിപ്പാലിറ്റി, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന അതാത് റിട്ടേണിംഗ് ഓഫീസർമാരുടെ കാര്യാലയങ്ങളിലാണ്. ജില്ലാ പഞ്ചായത്തിന്റെയും കോർപ്പറേഷന്റെയും ജില്ലാ ആസ്ഥാനത്ത് നടക്കും. 23 വരെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാം. അതിനുശേഷം അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കും. ഡിസംബർ 10-ാം തീയതിയാണ് വോട്ടെടുപ്പ്. 16-ന് വോട്ടെണ്ണം. ഗുരുവായൂർ നഗരസഭയിൽ ആകെ 440 നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 43 വാർഡുകളിലേക്ക് 245 സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. ഒരു സ്ഥാനാർത്ഥിക്ക് 3 നാമനിർദ്ദേശ പത്രിക വരെ സമർപ്പിക്കാം എന്നതിനാൽ പലരും ഒന്നിൽ കൂടുതൽ പത്രിക സമർപ്പിച്ചതിനാലാണ് ആകെ പത്രികകളുടെ എണ്ണം വർദ്ധിച്ചത്. നഗരസഭയിൽ 2 ഉപവരണാധികാരികളാണ് പത്രിക ഏറ്റുവാങ്ങിയത്. വാർഡ് 1 മുതൽ 20 വരെയും 21 മുതൽ 43 വരെയും തരം തിരിച്ചാണ് 2 ഉപവരണാധികാരികൾ പത്രിക സ്വീകരിച്ചത്. ചാവക്കാട് മേഖലയിൽ പത്രിക സമർപ്പണം പൂർത്തീകരിച്ചപ്പോൾ 347 പേർ ആകെ നാമനിർദ്ദേശ പത്രിക നൽകി. ചാവക്കാട് നഗരസഭ, കടപ്പുറം പഞ്ചായത്ത്, ഒരുമനൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സ്വതന്ത്രർ ഉൾപ്പെടെ 347 പേരാണ് നാമനിർദ്ദേശം സമർപ്പിച്ചത്. ചാവക്കാട് നഗരസഭയിൽ 185 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി. കടപ്പുറം പഞ്ചായത്തിൽ 94 സ്ഥാനാർത്ഥികൾ പത്രിക നൽകി. ഒരുമനൂർ പഞ്ചായത്തിൽ 66 പേരും മത്സര രംഗത്തുണ്ട്. പത്രികാ സമർപ്പണത്തിന് അവസാന ദിനം തിരക്ക് കുറവായിരുന്നു. ചാവക്കാട് നഗരസഭയിൽ 32 വാർഡുകളും കടപ്പുറം പഞ്ചായത്തിൽ 16 വാർഡുകളും ഒരുമനയൂർ പഞ്ചായത്തിൽ 13 വാർഡുകളുമാണുള്ളത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചപ്പോൾ ചൂണ്ടൽ പഞ്ചായത്തിലെ 18 വാർഡുകളിലേക്ക് 215 പത്രികകളാണ് ലഭിച്ചത്. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ 16 വാർഡുകളിലേക്ക് 140 നാമനിർദ്ദേശ പത്രികകൾ ലഭിച്ചു. കണ്ടാണശ്ശേരിയിൽ വാർഡ് 2 ചൊവ്വല്ലൂർ, വാർഡ് 5 കലാനഗർ, വാർഡ് 12 വല്യാടംകര, വാർഡ് 14 നമ്പഴിക്കാട് എന്നിവിടങ്ങളിൽ 10-ലേറെ നാമനിർദ്ദേശങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. ചൂണ്ടൽ പഞ്ചായത്തിൽ 6-ാം വാർഡ് ചെറുനെല്ലൂരിലാണ് ഏറ്റവും കൂടുതൽ പത്രികകൾ സമർപ്പിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കാത്ത നാമനിർദ്ദേശ പത്രികകൾ സൂക്ഷ്മ പരിശോധനയിൽ തള്ളും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയായ 23-ന് ഓരോ വാർഡിലെയും മത്സരാർത്ഥികളുടെ ചിത്രം തെളിയും. മുന്നണി സ്ഥാനാർത്ഥികളുടെ ഡമ്മികൾ ഉൾപ്പെടെയുള്ളവർ പത്രിക പിൻവലിക്കുന്നതോടെ അടുത്ത ചൊവ്വാഴ്ച മുതൽ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കും. വേലൂർ പഞ്ചായത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ അവസാന ദിവസം വൻ തിരക്ക്. വ്യാഴാഴ്ച രാവിലെ മുതൽ നിരവധി പേരാണ് പത്രിക നൽകാൻ എത്തിയത്. സ്ഥാനാർത്ഥികളും കൂടെ വന്നവരുമായി 150-ലധികം പേർ പഞ്ചായത്തിലെത്തി. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വൈകിയതും തിരക്കിന് കാരണമായി. 3 മണി വരെയായിരുന്നു പത്രിക സമർപ്പിക്കാനുള്ള സമയം. ഈ സമയം കഴിഞ്ഞിട്ടും തിരക്ക് തുടർന്നതിനാൽ സ്ഥാനാർത്ഥികൾക്ക് ടോക്കൺ നൽകിയാണ് പത്രിക സമർപ്പണം പൂർത്തീകരിച്ചത്. വടക്കേക്കാട് പഞ്ചായത്തിൽ ആകെ പത്രികകൾ നൽകിയത് 141 പേർ. 141 പേരിൽ 16 വാർഡുകളിൽ നിന്നായി 90-ഉം ബാക്കിയുള്ളവർ ഡമ്മി സ്ഥാനാർത്ഥികളുമാണ്. LDF, UDF, BJP, SDPI, സ്വതന്ത്രർ ഉൾപ്പെടെയാണ് ഇത്രയും പേർ പത്രിക നൽകിയത്. വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ സൂക്ഷ്മ പരിശോധന നടത്തും.
കേരളത്തെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനൊപ്പം നിൽക്കുന്ന സമീപനമാണ് UDF-ന്റേതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചൂണ്ടൽ പഞ്ചായത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഗവൺമെന്റിന്റെ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടും സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. 2 പ്രളയങ്ങളിലായി 50,000 കോടിയുടെ നഷ്ടമാണ് കേരളത്തിനുണ്ടായത്. കേവലം 250 കോടി രൂപ കേന്ദ്രം തന്നതിൽ പ്രളയകാലത്ത് നൽകിയ അരിയുടെ വിലയായ 120 കോടി രൂപ തിരിച്ചുപിടിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. കേരളത്തെ തകർക്കാൻ എങ്ങനെയെല്ലാം കഴിയുമോ എന്നാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചത്. ഇതുമൂലം കേരളത്തിലെ ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങൾ മുടങ്ങിയിട്ടില്ല. സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്ത് 1400 രൂപയാക്കി മുടങ്ങാതെ വീട്ടിലെത്തിച്ചു. 27 ലക്ഷം ആളുകൾക്ക് ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം പുതുതായി പെൻഷൻ വിതരണം ചെയ്തിട്ടുണ്ടെന്നും മൊയ്തീൻ വ്യക്തമാക്കി. പുനർനിർമ്മാണത്തിന് വരുന്ന എല്ലാ സഹായങ്ങളും കേന്ദ്ര ഗവൺമെന്റ് തടഞ്ഞു. കേരളത്തിലെ UDF അതിന്റെ കൂടെ നിന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവരുടെ 1 മാസത്തെ ശമ്പളം തരാൻ തയ്യാർ, കൊടുക്കാൻ പാടില്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് മറ്റുള്ള സ്ഥലത്ത് നിന്ന് കേരള ഗവൺമെന്റിന് ഈ പുനരധിവാസ പ്രവർത്തനത്തിന് സഹായം എത്തിക്കാം എന്ന രാജ്യങ്ങൾ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് അതും തടഞ്ഞു. പക്ഷേ കേരളത്തിലെ ഏതെങ്കിലും വികസന പ്രവർത്തനം മുടങ്ങിയോ? പെൻഷൻ 1400 രൂപയാക്കിയത് 31 ലക്ഷം ആളുകൾ ഈ ഗവൺമെന്റ് വരുമ്പോണ്ട്. പെൻഷൻ ആരംഭിച്ച കാലം മുതൽ ഇതുവരെ ഈ ഗവൺമെന്റ് കാലത്ത് 27 ലക്ഷം ആളുകൾക്ക് പുതുതായി 58 ലക്ഷം ആളുകൾക്കാണ് ഇപ്പോൾ പെൻഷൻ. കേച്ചേരി സിറ്റി പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ CPI ചൂണ്ടൽ ലോക്കൽ സെക്രട്ടറി CJ ജിജു മാസ്റ്റർ അധ്യക്ഷനായി. NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ, കേരള കോൺഗ്രസ് M സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ, നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് M പത്മിനി ടീച്ചർ, CPIM നേതാക്കളായ CF ജെയിംസ്, KP വിശ്വനാഥൻ, TP റാഫേൽ, കേരള കോൺഗ്രസ് ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് CI ജോർജ് എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് ചൂണ്ടൽ ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥി AV വല്ലഭൻ, പഞ്ചായത്ത് പരിധിയിലെ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ, കേച്ചേരിയിലെ LDF സ്ഥാനാർത്ഥി ആൻസി വില്യംസ്, ചൂണ്ടലിലെ LDF സ്ഥാനാർത്ഥി TA മുഹമ്മദ് ഷാഫി, ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡുകളിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ എന്നിവരെ കൺവെൻഷനിൽ പരിചയപ്പെടുത്തി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് 50 പേരെ മാത്രം പങ്കെടുപ്പിച്ചാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായി CJ ജിജു മാസ്റ്റർ ചെയർമാൻ, MB പ്രവീൺ കൺവീനർ, CF ജെയിംസ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. CCTV ന്യൂസ്, കേച്ചേരി. കടങ്ങോട് പഞ്ചായത്തിൽ 18 വാർഡുകളിലെ UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് PK സുലൈമാൻ, കടവല്ലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PC ഗോപാലകൃഷ്ണൻ, കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി OS വാസുദേവൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പത്രിക നൽകിയത്. വാർഡ് 1 രജിത ഷാജി, 2 PV കൃഷ്ണൻ, 3 നിമിഷ രാജൻ, 4 ഷർഫുദ്ദീൻ, 5 PB പ്രസാദ്, 6 ബിന്ദു ആൻഡോ, 7 ഷാജു P ചാക്കോ, 8 ലിബിൻ K മോഹൻ, 9 ജോളി തോമസ്, 10 ബേബി സദാനന്ദൻ, 11 ഷാഹുൽ ഹമീദ്, 12ാം വാർഡ് KK ഹമീദ്, 13ാം വാർഡിൽ ജെസി വിൽസൺ, 14ൽ സുബ്രഹ്മണ്യൻ, 15ൽ സിന്ധു മണികണ്ഠൻ, 16ാം വാർഡിൽ വനജ രാജേന്ദ്രൻ, 17ാം വാർഡിൽ റഫീഖ് ഐനിക്കുന്നത്ത്, 18ാം വാർഡിൽ സൈബുന്നിസ ഷർഫുദ്ദീൻ എന്നിവരാണ് പത്രിക നൽകിയത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചിട്ടും ഗുരുവായൂർ നഗരസഭയിലെ UDF-ന് സ്ഥാനാർത്ഥികളെ സമ്പൂർണ്ണമായി പ്രഖ്യാപിക്കാനായില്ല. ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകുന്നതിലെ തർക്കമാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് തടസ്സമായത്. 43 വാർഡുകളിൽ 41 വാർഡുകളിൽ മാത്രമാണ് UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായത്. വാർഡ് 31, 42 എന്നിവിടങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനാകാതെ UDF നേതൃത്വം ആശയക്കുഴപ്പത്തിലായിരിക്കുന്നത്. DCC ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തുവെങ്കിലും പ്രാദേശിക നേതൃത്വം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും CMPക്കും സീറ്റ് നൽകുന്ന കാര്യത്തിലാണ് തീരുമാനമാകാത്തത്. 2 വാർഡുകളിലേക്കും 1-ൽ കൂടുതൽ പേർ പത്രിക നൽകിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് സ്കൂട്ടനിംഗ് കമ്മിറ്റി വെള്ളിയാഴ്ച അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് UDF നേതാക്കൾ പറയുന്നത്. മുസ്ലിം ലീഗിന് 3 സീറ്റുകളാണ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ കൗൺസിലിലെ ആൻഡോ തോമസ്, ലതാ പ്രേമൻ, ശ്രീന സുവീഷ്, PS രാജൻ, മാഗി ആൽബർട്ട് എന്നിവർ വീണ്ടും മത്സരിക്കുന്നുണ്ട്. മുൻ നഗരസഭാ ചെയർപേഴ്സൺ മേഴ്സി ജോയ്, മുൻ പ്രതിപക്ഷ നേതാവ് KP റഷീദ്, മുൻ കൗൺസിലറും കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ KP ഉദയൻ എന്നിവരാണ് പ്രമുഖരായ സ്ഥാനാർത്ഥികൾ. ഭൂരിഭാഗവും പുതുമുഖങ്ങളും യുവജനങ്ങളുമാണ്. CCTV ന്യൂസ്, ഗുരുവായൂർ. നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായിട്ടും കുന്നംകുളം നഗരസഭയിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ലിസ്റ്റായില്ല. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പാർട്ടി ചിഹ്നം നൽകിയവർ മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുക എന്നതുകൊണ്ടാണ് ലിസ്റ്റ് ഔദ്യോഗികമായി പുറത്തുവിടാത്തതെന്ന് കോൺഗ്രസ് നേതാക്കൾ സൂചിപ്പിച്ചു. പത്രികാ സമർപ്പണത്തിന് മുമ്പ് ലിസ്റ്റ് പുറത്തുവിട്ടാൽ ഗ്രൂപ്പ് തർക്കവും റിബൽ ശല്യവും ഉണ്ടാകുമെന്ന് പേടി മൂലമാണ് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ലിസ്റ്റ് പുറത്തുവിടാൻ കോൺഗ്രസ് നേതൃത്വം നിർബന്ധിതരായിട്ടുള്ളത്. അതേസമയം സ്ഥാനാർത്ഥികളാകുമെന്ന പ്രതീക്ഷയിൽ ഒരു വാർഡിൽ 5ഉം 6ഉം പേർ പത്രികകൾ നൽകിയിട്ടുണ്ട്.
വെള്ളിയാഴ്ച സൂക്ഷ്മ പരിശോധനയും പിന്നീട് പിൻവലിക്കാനുള്ള ദിവസവും കഴിഞ്ഞാൽ മാത്രമാണ് നഗരസഭയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പൂർണ്ണമാവുകയുള്ളൂ. കുന്നംകുളം നഗരസഭയിൽ തുടർച്ചയായി 15 വർഷക്കാലം കൌൺസിലറായിരുന്ന ഭാര്യയ്ക്ക് പകരം ഭർത്താവിനെ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് CPM ലോക്കൽ കമ്മിറ്റി അംഗമായ ഭർത്താവ് നാമനിർദ്ദേശ പത്രിക നൽകി. കുന്നംകുളം നഗരസഭയിലെ 12ാം വാർഡ് കൌൺസിലറായിരുന്ന CPMലെ സുനിത ശിവരാമന്റെ ഭർത്താവ് ശിവരാമനാണ് ഉരുളിക്കുന്ന് വാർഡിൽ നാമനിർദ്ദേശ പത്രിക നൽകിയത്. 15 വർഷം തുടർച്ചയായി സുനിത ശിവരാമൻ 12-13 വാർഡുകളിലെ CPM കൌൺസിലറായിരുന്നു. ഭർത്താവ് ശിവരാമൻ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗവുമാണ്. ഇത്തവണ വാർഡ് 12 ജനറൽ വാർഡായതോടെയാണ് ശിവരാമൻ മത്സരമോഹവുമായി രംഗത്ത് വന്നത്. CPM ബ്രാഞ്ച് യോഗം ചേർന്ന ബ്രാഞ്ച് സെക്രട്ടറി EC രമേശിനെ വാർഡ് 12 നിർദ്ദേശിച്ച് സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ചു. ഇതിൽ പ്രതിഷേധിച്ചാണ് ശിവരാമൻ ഇതേ വാർഡിൽ പത്രിക നൽകിയത്. ശിവരാമനെ പിന്തിരിപ്പിക്കാൻ മന്ത്രിയടക്കമുള്ള നേതാക്കൾ ഇടപെട്ടുവെങ്കിലും പിന്മാറാൻ ലോക്കൽ കമ്മിറ്റി അംഗമായ ശിവരാമൻ തയ്യാറായിട്ടില്ല. അതേസമയം CPM ലോക്കൽ കമ്മിറ്റികളിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും സെക്രട്ടറിക്കെതിരെയുള്ള ആരോപണങ്ങളുമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇടയാക്കിയതെന്നും ആക്ഷേപമുണ്ട്. പത്രിക സമർപ്പിച്ച സാഹചര്യത്തിൽ സൂക്ഷ്മ പരിശോധനയും പത്രിക പിൻവലിക്കാനുള്ള ദിവസത്തിനു ശേഷവും മത്സരിക്കാനാണ് തീരുമാനമെങ്കിൽ ശിവരാമനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി MN സത്യൻ അറിയിച്ചു. 5 വർഷം മുമ്പ് ആർത്താറ്റ് മേഖലയിൽ CPM കൗൺസിലറായിരുന്ന അനിരുദ്ധനും മറ്റൊരു വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. CCTV ന്യൂസ് കുന്നംകുളം. ചാവക്കാട് നഗരസഭയിലെ വാർഡ് 21 സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് CPM ബ്രാഞ്ച് സെക്രട്ടറി രാജിവെച്ചു. മുല്ലത്തറ ബ്രാഞ്ച് സെക്രട്ടറി വിനോദനാണ് സെക്രട്ടറി സ്ഥാനവും പാർട്ടി അംഗത്വവും രാജിവെച്ചത്. ഈ വാർഡിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഏറെ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. ഒടുവിൽ മറ്റൊരു വാർഡിലെ ആളെയാണ് CPM സ്ഥാനാർത്ഥിയാക്കിയത്. ഇതിൽ പ്രതിഷേധിച്ചാണ് താൻ രാജിവെച്ചതെന്ന് വിനോദനൻ പറഞ്ഞു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ചൂണ്ടൽ ഡിവിഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ചിട്ടയാർന്ന പ്രവർത്തനത്തിലൂടെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഓരോ പ്രവർത്തകരും സജീവമായി രംഗത്തുണ്ടാകണമെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു. 3 വോട്ട് ചോദിച്ച് 3 സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ സ്ക്വാഡുകളെ, വീടുകൾക്ക് പോകുന്ന സ്ക്വാഡുകളെ, വളരെ പരിമിതമായ നമ്പറല്ലേ, ഒരു 10 വീട്ടിലേക്ക് 2 ആൾ ചുമതലപ്പെടുത്തിയാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ആ 10 വീടിൻ്റെ ചുമതല മാത്രം കൊടുത്താൽ മതി, 2 പേർക്കും ആ പണി നിർവഹിച്ച് പോകണം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റെഴുത്തുകൾ, മറ്റു കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കണം. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് എല്ലാ വീടുകളിലും എത്താൻ കഴിഞ്ഞൊന്നും വരില്ല. അതുകൊണ്ട് വാഹനവും പ്രചരണവും വേണം എന്ന് തീരുമാനിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം KF ഡേവിസ് അധ്യക്ഷനായി. NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ, കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ, നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് M പത്മിനി ടീച്ചർ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭുകുമാർ, LDF ചൂണ്ടൽ പഞ്ചായത്ത് കൺവീനർ MB പ്രവീൺ, ചെയർമാൻ CJ ജിജു മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ചൂണ്ടൽ ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായി M പത്മിനി ടീച്ചർ ചെയർപേഴ്സൺ, PB അനൂപ് കൺവീനർ, VK നാരായണൻ മാസ്റ്റർ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. CCTV ന്യൂസ് കേച്ചേരി. കുന്നംകുളം നഗരസഭാ ഭരണം BJP നേടുമെന്ന് ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി കുന്നംകുളം വ്യാപാര ഭവനിൽ നടന്ന സ്ഥാനാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ വികസന കുളിർമഴയിൽ കേരളത്തിലും വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നും ഇടതു വലതു ഭരണത്തിൽ ഇതുവരെ 3.5 കോടി രൂപയോളം കടം കേരളത്തിലെ മൊത്തം ജനങ്ങളുടെയും തലയിൽ വെച്ചതിന് ജനങ്ങൾ തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പാക്കത്ത് അധ്യക്ഷനായിരുന്നു. OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് KS രാജേഷ്, OBC മോർച്ച ജില്ലാ സെക്രട്ടറി KN ഷാജി, മണ്ഡലം വൈസ് പ്രസിഡന്റ് മഹേഷ് തിരുത്തിക്കാട്, രേഷ്മ സുനിൽ, BJP മുനിസിപ്പൽ പ്രസിഡന്റ് ഷജീഷ് കില്ലപ്പൻ, അനൂപ് തയ്യിൽ എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം BJP പ്രസ്ഥാനത്തെക്കുറിച്ച് എനിക്ക് അനുഭവപ്പെട്ട സംഗതി, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശക്തമായ ജനാധിപത്യവും ഉൾപാർട്ടി ജനാധിപത്യവും ആരോഗ്യകരമായ ഉൾപാർട്ടി ജനാധിപത്യവും അതുപോലെ തന്നെ സുശക്തമായ കേഡർ സ്വഭാവമുള്ള, അത് രണ്ടും സമഞ്ജസമായി സമ്മേളിപ്പിക്കപ്പെട്ട ഒരു പ്രസ്ഥാനം BJP എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ചാവക്കാട് മേഖലയിലെ ക്രമസമാധാന പാലനത്തിന് കർശന നിർദ്ദേശങ്ങളുമായി പോലീസ്. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്തവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് SHO അറിയിച്ചു.
കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാവണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സ്ഥാനാർത്ഥികൾ ഭവന സന്ദർശനം നടത്തേണ്ടത്. സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പരമാവധി 5 പേർ മാത്രമാകണം സംഘത്തിലുണ്ടാകേണ്ടത്. റോഡ് ഷോ, വാഹന റാലി എന്നിവയ്ക്ക് പരമാവധി 3 വാഹനങ്ങൾ ഉപയോഗിക്കണമെന്നും ജാഥ, ആൾക്കൂട്ടം, കൊട്ടിക്കലാശം എന്നിവ അനുവദിക്കില്ലെന്നും ചാവക്കാട് SHO അനിൽ ടി മേപ്പള്ളി പറഞ്ഞു. റോഡ് ഷോ, റാലി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ 3-ൽ കൂടുതൽ വാഹനങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ സാധാരണ നമുക്കറിയാം ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഈ കൊട്ടിക്കലാശം ഉണ്ടാവാറുണ്ട്. അവസാന ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ സമാപനം എന്നുള്ള രീതിയിൽ കൊട്ടിക്കലാശം ഉണ്ടാവാറുണ്ട്. അത് ഈ തവണ അങ്ങനെയുള്ള കൊട്ടിക്കലാശങ്ങൾ ഒന്നും തന്നെ അനുവദിച്ചിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് പ്രത്യേകം പാലിക്കണം എന്നുള്ള നിർദ്ദേശമുണ്ട്. സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാകണം പൊതുയോഗങ്ങളും കുടുംബയോഗങ്ങളും നടത്തേണ്ടത്. പൊതുയോഗങ്ങൾ നടത്തുന്നതിന് പോലീസിൻ്റെ മുൻകൂർ അനുമതി വാങ്ങണം. ഹാരം, ബൊക്കെ, നൂട്ടുമാല, ഷാൾ എന്നിവ നൽകി സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണം നൽകാൻ പാടില്ല. വൈദ്യുതി പോസ്റ്റ് ഉൾപ്പെടെ പൊതുസ്ഥലങ്ങളിൽ അനുമതിയില്ലാതെ പോസ്റ്റർ, എഴുത്തുകൾ, ബോർഡുകൾ എന്നിവ സ്ഥാപിക്കുന്നവർക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കുമെന്നും SHO അനിൽ ടി മേപ്പള്ളി പറഞ്ഞു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് മിക്കവാറും സ്ഥലങ്ങളിൽ പൊതുസ്ഥലങ്ങൾ, റോഡുകൾ, അതുപോലെ ടെലിഫോൺ പോസ്റ്റുകൾ, പിന്നെ ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം തന്നെ ഈ പറഞ്ഞ അധികാരികളുടെ ഒന്നും തന്നെ അനുമതിയില്ലാതെ അവിടെ പോസ്റ്റ് പതിച്ചും എഴുത്ത് ചെയ്ത് വികൃതമാക്കുന്നൊരു സാഹചര്യമുണ്ട്. അത് പിന്നെ അതുപോലെ ട്രാഫിക് ഒബ്സ്ട്രക്ഷൻ വരുന്ന രീതിയിൽ ബോർഡുകൾ സ്ഥാപിക്കുക, ഇതൊക്കെ തന്നെ കുറ്റകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇത്തരക്കാർക്കെതിരെ പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ് ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യും. പോലീസ് അനുമതിയില്ലാതെ മൈക്ക് അനൗൺസ്മെന്റ് പാടില്ല. വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനമാണ് എന്നതിനാൽ ഇതിന് തടസ്സമുണ്ടാകുന്ന തരത്തിൽ ഉച്ചഭാഷിണി പ്രവർത്തിപ്പിക്കരുതെന്നും പോലീസ് പറഞ്ഞു. ഏതെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് കോവിഡ് പോസിറ്റീവ് ആവുകയോ ക്വാറന്റൈനിൽ പ്രവേശിക്കുകയോ ചെയ്യുന്ന പക്ഷം ഉടൻ പ്രചരണ രംഗത്ത് നിന്നും മാറി നിൽക്കുകയും ജനസമ്പർക്കം ഒഴിവാക്കുകയും ചെയ്യണമെന്നും SHO അനിൽ ടി മേപ്പള്ളി കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും അത് വളരെ രൂക്ഷമാകുന്ന സ്ഥിതി ഉണ്ടാവാതെ എല്ലാ നിർദ്ദേശങ്ങളും കർശനമായി പാലിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കണമെന്നാണ് നമ്മൾ എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളോടും സംഘടനകളോടും നമുക്ക് പറയാനുള്ളത്. CCTV ന്യൂസ്, ചാവക്കാട്. ചാവക്കാട് നഗരസഭ 3-ാം വാർഡ് തിരുവത്ര നോർത്ത് നിന്ന് മത്സരിക്കുന്ന ബിന്ദു സുനിൽകുമാറിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കെട്ടിവെക്കേണ്ട തുക തിരുവത്ര സ്കൂൾ ഓട്ടോറിക്ഷ പാർക്ക് ഡ്രൈവർമാർ സ്വരൂപിച്ച് നൽകി. തിരുവത്രയിലെ ഓട്ടോ ഡ്രൈവർമാരായ അലിക്കുഞ്ഞി തിരുവത്ര, അസീസ് മാടമ്പി, NK വിനയൻ, മനാഫ്, മൊയ്തീൻ ഷാ എന്നിവർ പങ്കെടുത്തു. LDF ചാവക്കാട് മുനിസിപ്പൽ കൺവെൻഷൻ KV അബ്ദുൽ ഖാദർ MLA ഉദ്ഘാടനം ചെയ്തു. A സതീന്ദ്രൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ, PK സേതാലിക്കുട്ടി, ഖാദർ ചക്കര എന്നിവർ സംസാരിച്ചു. NK അക്ബർ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. KK സുധീരൻ, KT ഭരതൻ, KK പുരുഷോത്തമൻ, NK അക്ബർ, PK സേതാലിക്കുട്ടി എന്നിവർ രക്ഷാധികാരിയായും MS അനിൽകുമാർ ചെയർമാനായും AH അക്ബർ കൺവീനർ ആയുമുള്ള 1001 അംഗ ജനറൽ കമ്മിറ്റിയെയും 201 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. സ്വന്തം പേരിൽ ചുവരെഴുതി വ്യത്യസ്തനായി സ്ഥാനാർത്ഥി. പുന്നൂർ പഞ്ചായത്തിലെ 2-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി വിശ്വനാഥൻ മാസ്റ്ററാണ് സ്വന്തം പേരും ചിഹ്നവും ചുമരെഴുത്ത് നടത്തി വ്യത്യസ്തനാവുന്നത്. CPIM അനുഭാവിയായ വിശ്വനാഥൻ മാസ്റ്റർ നല്ലൊരു കലാകാരൻ കൂടിയാണ്. ചുമരെഴുത്തിൽ പണ്ടുമുതലേ സജീവമായിരുന്നു മാസ്റ്റർ. തെരഞ്ഞെടുപ്പ് സമയങ്ങളിലും പാർട്ടി സമ്മേളനങ്ങൾക്കും തന്റെ കരവിരുത് ചുമരിലും ക്യാൻവാസുകളിലും ചാർത്താറുണ്ട്. കലയോടുള്ള അതിയായ താൽപ്പര്യമുണ്ടായിരുന്ന വിശ്വനാഥൻ മാസ്റ്റർ പൊതുപ്രവർത്തനത്തോടൊപ്പം അധ്യാപന ജീവിതത്തിലേക്ക് കൂടി കടന്നതോടുകൂടിയാണ് കലാജീവിതത്തോട് താൽക്കാലികമായി വിട പറഞ്ഞത്. ഫ്ലക്സ് പ്രിന്റിംഗ് മേഖലയുടെ കടന്നുകയറ്റം ചുമരെഴുത്ത് കുറച്ചുവെങ്കിലും ഫ്ലക്സ് നിരോധനത്തോടെ വീണ്ടും ചുവരുകളിൽ മഷി പുരണ്ടു തുടങ്ങി. ചാലിശ്ശേരി സർക്കാർ സ്കൂളിൽ നിന്നും കഴിഞ്ഞ മാർച്ചിൽ വിരമിച്ച വിശ്വനാഥൻ മാസ്റ്റർക്ക് അപ്രതീക്ഷിതമായാണ് കന്നി അംഗത്തിന് അവസരം ലഭിച്ചത്. തനിക്കായി താൻ എഴുതുന്ന ഓരോ വരിയും വെറുതെയാവില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് വിശ്വനാഥൻ മാസ്റ്റർ. CCTV ന്യൂസ്, പുന്നയൂർകുളം. പുന്നയൂർ പഞ്ചായത്തിൽ മത്സരിക്കുന്ന SDPI സ്ഥാനാർത്ഥികൾ വരണാധികാരിയായ പഞ്ചായത്ത് സെക്രട്ടറി PB സുഭാഷിന് മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 1-ാം വാർഡിൽ മത്സരിക്കുന്ന അഷ്റഫ് വടക്കൂട്ട്, 6-ൽ മത്സരിക്കുന്ന ഷക്കീല ഷിഹാബ്, 7-ൽ തെക്കേക്കായൽ റുബീന, 11-ൽ മത്സരിക്കുന്ന ഡോക്ടർ സയ്യിദ റഫ്ഷീന ഹാഷ്മി, 15-ൽ മത്സരിക്കുന്ന ഉവൈസ് പുതിയടത്ത്, 16-ൽ മത്സരിക്കുന്ന ഫസീല നസീർ, 17-ലെ സ്ഥാനാർത്ഥി മുഹമ്മദ് അജ്മൽ എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. പുന്നൂർ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായ സുറൂർ, അൻസാർ, ഷിഹാബ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു.
ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കണ്ടാണശ്ശേരി ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥി KG പ്രമോദിന് കെട്ടിവെക്കാനുള്ള തുക നൽകി ഡിവൈഎഫ്ഐ കണ്ടാണശ്ശേരി മേഖലാ കമ്മിറ്റിയാണ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗവുമായ KG പ്രമോദിന് കെട്ടിവെക്കാനുള്ള തുക കൈമാറിയത്. CPIM കണ്ടാണശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഡിവൈഎഫ്ഐ കുന്നംകുളം ബ്ലോക്ക് ട്രഷറർ PJ റിജാസ്, മേഖലാ സെക്രട്ടറി വിനു ജോൺസൺ, പ്രസിഡന്റ് ഷിനാസ് ചൊവ്വലൂർ, ട്രഷറർ ഹരിപ്രസാദ് എന്നിവർ ചേർന്ന് പ്രമോദിന് തുക കൈമാറി. CPIM കണ്ടാണശ്ശേരി ലോക്കൽ സെക്രട്ടറി MP സജീബ്, ഡിവൈഎഫ്ഐ നേതാവ് സുവീഷ് പുല്ലാനിക്കുന്ന്, SFI ഏരിയ പ്രസിഡന്റ് ഗോപകുമാർ, SFI കണ്ടാണശ്ശേരി ലോക്കൽ സെക്രട്ടറി രനീഷ് അരിയന്നൂർ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. പുന്നൂർ പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. CPM പുന്നയൂർ ലോക്കൽ സെക്രട്ടറി VA ഷംസുദ്ദീൻ അധ്യക്ഷനായിരുന്നു. ജനതാദൾ നിയോജക മണ്ഡലം പ്രസിഡന്റ് PM ഇക്ബാൽ മാസ്റ്റർ, NCP നിയോജക മണ്ഡലം പ്രസിഡന്റ് സുരേഷ്, മഹിളാ സംഘം സംസ്ഥാന സമിതി അംഗം ഗീതാരാജൻ, ഏരിയ കമ്മിറ്റി അംഗം TV സുരേന്ദ്രൻ, CPM പുന്നയൂർ സൗത്ത് ലോക്കൽ സെക്രട്ടറി KB ഫസലു തുടങ്ങി ബ്ലോക്ക് സ്ഥാനാർത്ഥികളും പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. ചാവക്കാട് നഗരസഭയിലേക്ക് ഇത്തവണ മത്സരിക്കുന്നവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് ആതിര. വിദ്യാർത്ഥി കൂടിയായ 22 വയസ്സുകാരി ആതിര അച്ഛനും മുൻ കൗൺസിലറുമായ ബാബുരാജിന്റെ പാതയിലാണ്. ചാവക്കാട് മുതുവട്ടൂർ കാഞ്ഞിരപ്പറമ്പിൽ ബാബുരാജ് ഷീജ ദമ്പതികളുടെ മകളായ ആതിര ചാവക്കാട് നഗരസഭയിലെ 7ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായാണ് ജനവിധി തേടുന്നത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ BA 3ാം വർഷ സംസ്കൃത വിദ്യാർത്ഥിനിയുമാണ്. ജനനം മുതൽ അച്ഛന്റെ രാഷ്ട്രീയം കണ്ടും കേട്ടും വളർന്നതിനാൽ പ്രസ്ഥാനത്തിനോട് താൽപര്യം വർദ്ധിക്കുകയായിരുന്നുവെന്ന് ആതിര പറഞ്ഞു. അച്ഛൻ ആദ്യം കൗൺസിലറായിരുന്നപ്പോഴാണ് എൻ്റെ ജനനം. അതുമുതലുള്ള അച്ഛൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കണ്ട് എനിക്ക് ആ രാഷ്ട്രീയത്തിനോട് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. എനിക്കിപ്പോൾ സീറ്റ് തന്നിരിക്കുന്നത് KSU ആണ്. KSU സീറ്റ് തന്നതിലേക്കധികം സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട്. KSU കോട്ടയിലാണ് ആതിരയെ സ്ഥാനാർത്ഥിത്വം തേടിയെത്തിയത്. നിലവിലെ KSU ഗുരുവായൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റാണ് ആതിര. UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിൽ വളരെയധികം അഭിമാനവുമുണ്ട്. നാടിന്റെ തലവര മാറ്റിക്കുറിക്കാനും വികസന പ്രവർത്തനങ്ങളും പുരോഗതിയും കൊണ്ടുവരാനുമാണ് ആഗ്രഹിക്കുന്നതെന്ന് ആതിര പറഞ്ഞു. പ്രചാരണ രംഗത്ത് ഏറെ സജീവമായി കഴിഞ്ഞ ആതിര കന്നിയംഗത്തിൽ തന്നെ വിജയം നേടുമെന്ന ശുഭപ്രതീക്ഷയിലാണ്. LDF വേലൂർ കൺവെൻഷൻ CPM ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് CK കുഞ്ഞിപ്പൊറിഞ്ചു അധ്യക്ഷത വഹിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MP-യുമായ PK ബിജു, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ജലീൽ അദൂർ, AV വല്ലഭൻ, ബ്ലോക്ക് സ്ഥാനാർത്ഥികളായ സപ്ന റഷീദ്, ആൻസി വില്യംസ് എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. KV ഫ്രാൻസിസ്, KK രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി CCTVയും കുന്നംകുളം പ്രസ് ക്ലബ്ബും ചേർന്ന് നടത്തുന്ന ജനകീയം 2020 തത്സമയ സംവാദം തുടരുന്നു. പരിപാടിയുടെ 2ാം ദിനമായ വ്യാഴാഴ്ച തീർത്ഥാടന നഗരിയായ ഗുരുവായൂരിലെ പ്രതിനിധികളാണ് പങ്കെടുത്തത്. കഴിഞ്ഞ 5 വർഷക്കാലം തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങളും കോട്ടങ്ങളും ചുരുങ്ങിയ സമയം കൊണ്ട് വിലയിരുത്തുകയാണ് ചർച്ചയുടെ ലക്ഷ്യം. ഗുരുവായൂർ നഗരസഭ മുൻ വൈസ് ചെയർമാൻ KP വിനോദ്, പ്രതിപക്ഷ നേതാവായിരുന്ന കോൺഗ്രസിലെ ആൻഡോ തോമസ്, നഗരസഭയിലെ ഏക BJP കൗൺസിലർ ശോഭ ഹരിനാരായണൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. കോടിക്കണക്കിന് ജനങ്ങൾ വർഷം തോറും വന്നുപോകുന്ന തീർത്ഥാടന നഗരിയായ ഗുരുവായൂരിൽ വികസനത്തിന്റെ വൻ കുതിപ്പാണ് തങ്ങൾ കാഴ്ചവെച്ചതെന്ന് KP വിനോദ് പറഞ്ഞു. നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഗുരുവായൂർ നഗരസഭയിൽ നടന്നത്. ചെറുതും വലുതുമായ നിരവധി വികസന പ്രവർത്തനങ്ങളെ പുറത്തിറക്കിക്കൊണ്ടാണ് 5 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കി. കേന്ദ്ര സംസ്ഥാന വിഹിതവും നഗരസഭാ വിഹിതവും ഉൾപ്പെടുത്തിയുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി യാഥാർത്ഥ്യമാക്കുക വഴി സംസ്ഥാനത്തിന് തന്നെ മാതൃകയായി ഗുരുവായൂർ മാറി. മാലിന്യ സംസ്കരണത്തിലും ഈ ഭരണസമിതി വിജയമായിരുന്നുവെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. മാലിന്യ കൂമ്പാരമായിരുന്ന ചൂൽപ്പുറത്തെ ട്രെഞ്ചിംഗ് ഗ്രൗണ്ട് ഒരു ഉദ്യാനമായി മാറ്റിയതു മാത്രം മതി ഇടത് നഗരസഭാ ഭരണസമിതിയുടെ ക്രിയാത്മക പ്രവർത്തനത്തിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാനെന്നും വിനോദ് വ്യക്തമാക്കി. ഏതാനും കേന്ദ്ര പദ്ധതികളുടെ പേരിൽ കൊട്ടിഘോഷിക്കുന്ന വികസനമല്ലാതെ മറ്റൊന്നും നടപ്പാക്കാൻ ഇടതു ഭരണസമിതിക്ക് സാധിച്ചില്ലെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് ആൻഡോ തോമസ് ആരോപിച്ചു. ഭരണസമിതിക്കുള്ളിലെ സ്വരച്ചേർച്ചയില്ലായ്മയും വികസനത്തെ പിറകോട്ടടിച്ചു. പാവപ്പെട്ടവർക്കായി ഒരു പദ്ധതിയും നടപ്പാക്കാൻ ഇവർക്കായില്ല. നഗരസഭയുടെ സ്വന്തം വാഹനം ചെറിയ തകരാർ മൂലം കട്ടപ്പുറത്ത് കിടക്കുമ്പോൾ സ്വകാര്യ വ്യക്തികൾക്ക് കുടിവെള്ള വിതരണത്തിന്റെ കരാർ നൽകി അഴിമതി നടത്തുകയായിരുന്നു ഈ ഭരണസമിതിയെന്നും ആൻഡോ തോമസ് ആരോപിച്ചു. സ്വകാര്യ വ്യക്തികളിൽ നിന്ന് വെള്ളം സ്വീകരിച്ച് വാഹനം ഉപയോഗിച്ച് വിതരണം ചെയ്യുന്നു. ഇവർ പറയുന്ന കാരണം എന്താ? കുടിവെള്ളമല്ലേ എത്തിക്കേണ്ടത്? ആ എത്തിക്കേണ്ട ദൗത്യം നഗരസഭയ്ക്കാണ്.
നഗരസഭയുടെ വാഹനമുണ്ട്. ഞാൻ പറയട്ടെ, നഗരസഭയുടെ വാഹനം അവിടെ കട്ടപ്പുറത്തിരിക്കുകയാണ്. എന്തിന്റെ പേരിൽ? ആ ടാങ്കിന് ചെറിയ ടാങ്കർ ലോറിക്കല്ല, ടാങ്കിന് ഒരു ചെറിയ പൊത്തുണ്ടെന്ന് പറഞ്ഞിട്ട്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി. സർക്കാർ ക്ഷേത്ര നഗരിക്ക് നൽകിയ അമൃത് പ്രസാദ് പദ്ധതികളിലൂടെയുള്ള വികസനമാണ് ഗുരുവായൂരിന്റെ മുഖച്ഛായ മാറ്റിയതെന്നും ആ വികസനത്തെ ഉയർത്തിക്കാട്ടിയാണ് ഇടതുപക്ഷം ഇപ്പോൾ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നതെന്നും ബി.ജെ.പി. പ്രതിനിധി ശോഭ ഹരിനാരായണൻ പറഞ്ഞു. ഇവിടെ കേന്ദ്ര പദ്ധതി മാത്രമാണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഭരിക്കണേ? വിട്ടുകൊടുക്കുവോ? ഒരു ഫെഡറൽ സംവിധാനത്തില് നമ്മളെ ഒരാൾക്കൊരു പദ്ധതി കൊടുക്കുമ്പോ അയാളുടെ വിഹിതം നമ്മൾ വാങ്ങും. വെറുതെ മുമ്പേ സൗജന്യമായിട്ട് എല്ലാം കൊടുക്കുക. സൗജന്യമായിട്ട് 46.14 കോടി രൂപ വികസനം പ്രസാദം പദ്ധതി വഴി ഗുരുവായൂരിന് കിട്ടിയിട്ട് മുഴുവൻ കേന്ദ്ര ഫണ്ടാണ്. മുഴുവൻ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് എല്ലാ പദ്ധതിയും നടപ്പാക്കണമെങ്കിൽ ഗുരുവായൂർ നഗരസഭ എന്തിനാ LDF ഭരിക്കണേ? കഴിഞ്ഞ 20 വർഷമായി ഭരണം തുടരുന്ന ഇടതുപക്ഷത്തിന് 15 വർഷവും ഒന്നും നടപ്പാക്കാൻ സാധിച്ചില്ലെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര പദ്ധതികളെ അവഹേളിച്ച് നോട്ടീസ് അടിച്ചവരാണ് ഇടതുപക്ഷമെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഇത്തവണ ബി.ജെ.പി. ഗുരുവായൂരിൽ 10 സീറ്റിലെങ്കിലും വിജയിക്കുമെന്നും ശോഭ ഹരിനാരായണൻ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ നടന്ന CCTV ജനകീയം 2020 തത്സമയ സംവാദത്തിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് M. ബിജുപാൽ അധ്യക്ഷനായി. CCTV ന്യൂസ് കുന്നംകുളം. കുന്നംകുളം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വാർഡ് 6 നടുപ്പന്തി വാർഡിൽ LDF സ്ഥാനാർത്ഥി ദിവ്യ സഞ്ജയന് കെട്ടിവയ്ക്കാനുള്ള പണം നൽകിയത് പള്ളി വികാരി. കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി വികാരി ഫാദർ പത്രോസ് G. പുലിക്കോട്ടിൽ ആണ് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം കെട്ടിവയ്ക്കാനുള്ള തുക കൈമാറിയത്. വൈശ്ശേരിയിൽ CATU യൂണിയൻ തൊഴിലാളിയായിരുന്ന സഞ്ജയന്റെ ഭാര്യയാണ് ദിവ്യ. അടുത്തയിടെയാണ് സഞ്ജയൻ കരൾ രോഗബാധിതനായി മരിച്ചത്. നടുപ്പന്തി ബ്രാഞ്ച് സെക്രട്ടറി ചേറു, വാർഡ് സെക്രട്ടറി പ്രവീൺ കുമാർ, സജു, ജോയ് എന്നിവർ പങ്കെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വടക്കേക്കാട് പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി. വടക്കേക്കാട് പഞ്ചായത്ത് സെക്രട്ടറി സുബ്രഹ്മണ്യൻ മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. ഇത്തവണ ഭിന്നതകളെല്ലാം തീർത്താണ് UDF മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ ഗ്രൂപ്പ് പോര് മൂലം ജനകീയ വികസന മുന്നണിയും മത്സരരംഗത്തുണ്ടായിരുന്നു. ജില്ലയിൽ കോൺഗ്രസിന് നിർണായക ആധിപത്യമുള്ള പഞ്ചായത്താണ് വടക്കേക്കാട്. ഇക്കുറി ചരിത്രം തിരുത്തുമെന്ന് LDFും സ്വാധീനമറിയിക്കുമെന്ന് NDAയും അവകാശപ്പെട്ടു. പുന്നൂർ പഞ്ചായത്തിൽ UDFിൽ സമവായമായി. ഐക്യ ചർച്ചകൾക്കുശേഷം UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയാക്കി. കോൺഗ്രസിലും മുസ്ലിം ലീഗിലും സീറ്റുകൾ ധാരണയെങ്കിലും സ്ഥാനാർത്ഥികളെ ചൊല്ലി ഇരു ഗ്രൂപ്പുകൾക്കും ഇടയിലും വിയോജിപ്പുണ്ടായിരുന്നു. പഞ്ചായത്തിലെ 20 വാർഡുകളിൽ 10 വാർഡുകൾ ലീഗിനും 5 വീതം കോൺഗ്രസിലെ AI ഗ്രൂപ്പുകൾക്കുമാണ് നൽകിയിരിക്കുന്നത്. എല്ലാ തർക്കങ്ങളും പരിഹരിച്ച് വ്യാഴാഴ്ച പുന്നൂർ പഞ്ചായത്ത് സെക്രട്ടറി PB സുഭാഷിന് മുമ്പാകെ 20 പേരും നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയാക്കി. വോട്ടർ പട്ടികയിൽ പേരില്ല. നോമിനേഷൻ കൊടുക്കാനെത്തിയ സ്ഥാനാർത്ഥി മടങ്ങി. പുന്നൂർക്കുളം പഞ്ചായത്ത് 2ാം വാർഡ് UDF സ്ഥാനാർത്ഥിയായി പത്രിക നൽകാനെത്തിയ സുബൈദ വെളുത്തെടുത്തിനാണ് പട്ടികയിൽ പേരില്ലാത്തതിനാൽ തിരിച്ചുപോകേണ്ടി വന്നത്. അവസാന നിമിഷം മുൻ മെമ്പർ ലിംസി ഷിജു പത്രിക നൽകി. 2ാം വാർഡിലാണ് സുബൈദയുടെ സ്വന്തം വീട്. 17ാം വാർഡിലേക്ക് താമസം മാറ്റിയപ്പോൾ 2ാം വാർഡിലെ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തിരുന്നു. ഇക്കാര്യം അറിയാതിരുന്നതിനാൽ സ്വന്തം വാർഡിൽ പേര് ചേർത്തതുമില്ല. പേര് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച ആക്ഷേപ നോട്ടീസ് ലഭിച്ചില്ല. ഇതു സംബന്ധിച്ച് സെക്രട്ടറിക്ക് പരാതി നൽകുമെന്ന് സുബൈദ പറഞ്ഞു. കഴിഞ്ഞ തവണ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അണ്ടത്തോട് ഡിവിഷനിൽ നിന്നും വിജയിച്ച ഇവർ വൈസ് പ്രസിഡന്റും ആയിട്ടുണ്ട്. വേലൂർ പഞ്ചായത്തിലെ 2ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി KV വിശ്വംഭരന് കെട്ടിവെക്കാനുള്ള തുക ബാലസംഘം പ്രവർത്തകർ കൈമാറി. ശ്രീറാം, ഹരിശങ്കർ, അഖിൽ, ഡെൽവിൻ, സായ് കൃഷ്ണ, അജയ് കൃഷ്ണ, അനന്തു എന്നിവർ ചേർന്നാണ് തുക കൈമാറിയത്. പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ട് മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയ പ്രേരിതമല്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ. ഇടതുമുന്നണി ചൂണ്ടൽ പഞ്ചായത്ത് കൺവെൻഷനെത്തിയ മന്ത്രി CCTVയോട് പ്രതികരിക്കുകയായിരുന്നു. പ്രഥമ ദൃഷ്ട്യേ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിജിലൻസ് ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തത്. മാസങ്ങളായി അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു. അവധാനതയോടുകൂടിയ അന്വേഷണമാണ് വിജിലൻസ് നടത്തിയിരുന്നത്. 150 കോടി രൂപ നാട്ടുകാരെ പറ്റിച്ച MLAയും സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഗതാഗത മാർഗമായ പാലം നിർമ്മിച്ച് കോടികളുടെ അഴിമതി നടത്തിയ മുൻ മന്ത്രിയും മറ്റു ചില UDF MLAമാരും അഴിമതി നടത്തിയതിന്റെ പേരിൽ അന്വേഷണ പരിധിയിൽ വരുമ്പോൾ അതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മുറവിളി കൂട്ടുന്നതിന് പിന്നിലെന്താണെന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാകുമെന്ന് മൊയ്തീൻ കൂട്ടിച്ചേർത്തു. നിരവധി
മാസങ്ങളായി അതുമായി ബന്ധപ്പെട്ട അവധാനതയോടുകൂടിയുള്ള അന്വേഷണമാണ് വിജിലൻസ് നടത്തിയത്. പ്രഥമദൃഷ്ട്യാ കേസുണ്ട് എന്ന് കണ്ടാണ് അനുമതിയോടുകൂടി, നിയമാനുസരണമായ അനുമതിയോടുകൂടി നിയമസഭാ സ്പീക്കറെ പോലും അറിയിച്ച് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നുള്ള നടപടികളിലേക്ക് പോലീസ് വിജിലൻസ് പോയിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും നാണക്കേടുണ്ടാക്കിയ ഒരു നിർമ്മാണ പ്രവർത്തനമാണ്. ഇതുമായി ബന്ധപ്പെട്ട അഴിമതി ആക്ഷേപം കേരളത്തിൽ സജീവമായിരുന്നു. വേണ്ടത്ര അന്വേഷണമൊക്കെ നടത്തിയതാണ്. ഒരു രാഷ്ട്രീയ പകപോക്കലിന്റെയും വിഷയം ഈ കാര്യത്തിലില്ല. UDF നേതൃത്വം ചെന്നുപെട്ടിട്ടുള്ള അപജയത്തിന്റെ ആഴം വളരെ വലുതാണ്. ഇപ്പോൾ 150 കോടി രൂപ നാട്ടുകാരെ പറ്റിച്ച MLAയും ഒരു സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗതാഗത മാർഗമായ പാലം നിർമ്മിച്ചതിൽ കോടികളുടെ അഴിമതി നടത്തിയ ആളും അതുപോലെ തന്നെ മറ്റു ചില UDF MLAമാരുമെല്ലാം അഴിമതി നടത്തിയതിന്റെ പേരിൽ അല്ലെങ്കിൽ വെട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമ്പോൾ അതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന മുറവിളി കൂട്ടുന്നത് ജനങ്ങൾക്ക് മനസ്സിലാവും. ഈ സർക്കാരിന് ഒരാളോടും വൈരാഗ്യം വെച്ചു പെരുമാറേണ്ട കാര്യമില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ, നീതിയുടെ വഴിയിലല്ലാതെ, നിയമത്തിന്റെ വഴിയിലല്ലാതെ സർക്കാർ ഇതിനു മുൻപും ഇടപെട്ടിട്ടില്ല, ഇനിയും ഇടപെടില്ല. നിയമവഴികൾ പരിശോധിച്ചാണ് ഇബ്രാഹിം കുഞ്ഞിനെതിരെയുള്ള നടപടികൾ സ്വീകരിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഗവൺമെന്റിന് ഒരാളോടും രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് പെരുമാറേണ്ട കാര്യമില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ, നീതിയുടെ വഴിയിലല്ലാതെ, നിയമത്തിൻ്റെ വഴിയിലല്ലാതെ ഗവൺമെൻറ് ഒരു കാര്യത്തിലും ഇതിനു മുമ്പ് ഇടപെട്ടിട്ടില്ല, ഇനിയും ഇടപെടില്ല. നിയമ വഴികൾ പരിശോധിച്ചതിന് ശേഷം തന്നെയാണ് ഇബ്രാഹിം കുഞ്ഞിനെതിരായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അതിലൊരു രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെയും പ്രശ്നമില്ല. CCTV ന്യൂസ് കേച്ചേരി. തുടരണം ജാഗ്രത. സംസ്ഥാനത്ത് 5722 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 67,017 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8.54 ആണ്. 26 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 1969 രോഗം സ്ഥിരീകരിച്ചവരിൽ 117 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4904 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 643 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 58 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. ചികിത്സയിലായിരുന്ന 6860 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ ചാവക്കാട് ആരോഗ്യവകുപ്പിലെ ഒരു ജീവനക്കാരൻ ഉൾപ്പെടെ 11 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചവരിൽ 6 പേർ ചാവക്കാട് നഗരസഭാ പരിധിയിൽപ്പെട്ടവരാണ്. ഗുരുവായൂർ നഗരസഭാ പരിധിയിലെ 3 പേർക്കാണ് കോവിഡ് രോഗബാധ. മാള സ്വദേശിയായ ചാവക്കാട് നഗരസഭയിലെ ആരോഗ്യവകുപ്പ് ജീവനക്കാരനും എടക്കഴിയൂർ സ്വദേശിയായ ഒരാൾക്കും കോവിഡ് സ്ഥിരീകരിച്ചു. 45 പേരെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 8 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് പൂക്കോട്, അർബൻ സോണുകളിൽ 4 പേർക്ക് വീതം രോഗം സ്ഥിരീകരിച്ചത്. തൈക്കാട് സോണിൽ ആർക്കും രോഗം സ്ഥിരീകരിച്ചില്ല. നഗരസഭാ പരിധിയിൽ പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകളില്ല. കപ്പിയൂർ 34-ാം വാർഡ് കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും ഒഴിവാക്കി. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ വ്യാഴാഴ്ച രോഗം സ്ഥിരീകരിച്ചത് 8 പേർക്ക്. വാർഡ് 4-ൽ 79-48 വയസ്സുള്ള സ്ത്രീകൾ, 7-ാം വാർഡിൽ 28-38 വയസ്സുള്ള പുരുഷന്മാർ, 8-ാം വാർഡിൽ 43 വയസ്സുള്ള പുരുഷൻ, 6 വയസ്സുള്ള പെൺകുട്ടി, വാർഡ് 9-ൽ 34 വയസ്സുള്ള പുരുഷൻ, വാർഡ് 11-ൽ 26 വയസ്സുള്ള പുരുഷൻ എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ വ്യാഴാഴ്ച രോഗം സ്ഥിരീകരിച്ചത് 8 പേർക്ക്. തലക്കോട്ടുകരയിൽ 39-58 വയസ്സുള്ള സ്ത്രീകൾ, 48-34 വയസ്സുള്ള പുരുഷന്മാർ, പട്ടിക്കരയിൽ 36 വയസ്സുള്ള പുരുഷൻ, കൂനമൂച്ചിയിൽ 71 വയസ്സുള്ള പുരുഷൻ, ചൂണ്ടലിൽ 31 വയസ്സുള്ള സ്ത്രീ, എരനെല്ലൂരിൽ 32 വയസ്സുള്ള പുരുഷൻ എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പുന്നയൂരിൽ കോവിഡ് ബാധിച്ച് വയോധിക മരിച്ചു. കുഴിങ്ങര LP സ്കൂളിന് സമീപം പരേതനായ നാരായണൻ മാസ്റ്ററുടെ ഭാര്യ കഴുത്തൂട്ടിൽ കമലാക്ഷിയാണ് മരിച്ചത്. 80 വയസ്സായിരുന്നു. തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വാസന്തി, രാജൻ, കൃഷ്ണദാസ്, അജിത്ത്, തുളസിദാസ്, ജയപ്രകാശ് എന്നിവർ മക്കളാണ്. സംസ്കാരം ഗുരുവായൂർ നഗരസഭാ ശ്മശാനത്തിൽ കോവിഡ് നിയമം പാലിച്ചു നടത്തി. അപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. മന്നലാങ്കുന്ന് പള്ളിക്ക് കിഴക്കുവശം താമസിക്കുന്ന പരേതനായ മുക്രിയകത്ത് മുഹമ്മദ് വൈദ്യർ മകൻ ഉസ്മാനാണ് മരിച്ചത്. 48 വയസ്സാണ്.
കഴിഞ്ഞ 16-ാം തീയതി ആശുപത്രിയിൽ പോയി മടങ്ങുന്നതിനിടെ ഗുരുവായൂർ പഞ്ചാരമുക്കിന് സമീപമാണ് അപകടമുണ്ടായത്. സഞ്ചരിച്ചിരുന്ന ഓട്ടോയ്ക്ക് കുറുകെ നായ ചാടിയതിനെ തുടർന്ന് ഓട്ടോറിക്ഷ മറിഞ്ഞായിരുന്നു അപകടം. തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽക്കിടെ ബുധനാഴ്ച രാത്രിയിലാണ് മരണം സംഭവിച്ചത്. ദീർഘകാലം മലേഷ്യയിൽ വ്യാപാരിയായിരുന്നു ഉസ്മാൻ. കിഡ്നി സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് നാട്ടിലെത്തി വീടിന് സമീപം ചായക്കട നടത്തി വരികയായിരുന്നു. ഹസീനയാണ് ഭാര്യ. ഷെഹിൻ, ഹെൽന എന്നിവർ മക്കളാണ്. പഴഞ്ഞി മേഖലയിലെ കോൾ കർഷകർക്ക് കൃഷിഭവൻ വഴി വിതരണം ചെയ്ത നെൽവിത്ത് മുളച്ചില്ല. വിത്ത് പരിശോധനയ്ക്ക് അയച്ചെങ്കിലും പരിശോധന ഫലം വൈകിയതോടെ കോൾപ്പടവ് സംഘങ്ങൾ പുതിയ വിത്ത് വാങ്ങി കർഷകർക്ക് വിതരണം തുടങ്ങി. ഇതോടെ ഏക്കറിന് 1000 രൂപയോളം കർഷകർക്ക് ഇത്തവണ വിത്തിനായി അധിക ചെലവ് വഹിക്കേണ്ടി വന്നു. ദേശീയ സീഡ് അതോറിറ്റിയിൽ നിന്നാണ് കാട്ടക്കമ്പൽ പഞ്ചായത്തിലെ 8ഓളം കോൾ സംഘങ്ങൾക്കായി 35 ടൺ ഉമാവിത്ത് ഇറക്കിയത്. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് സൌജന്യമായാണ് കർഷകർക്ക് വിത്ത് നൽകിയത്. പാടത്ത് വിതയ്ക്കും മുൻപ് കോൾപ്പടവ് സംഘങ്ങൾ പരീക്ഷണാർത്ഥം മുളപ്പിച്ചപ്പോഴാണ് വിത്ത് പകുതി പോലും മുളയ്ക്കുന്നില്ലെന്ന് കണ്ടെത്തിയത്. വിത്ത് മുളയ്ക്കാത്തതിനെപ്പറ്റി പരാതിപ്പെട്ടതോടെ കൃഷി ഉദ്യോഗസ്ഥർ കോൾ സംഘങ്ങളിൽ പരിശോധന നടത്തി. വിത്ത് മുളയ്ക്കാനുള്ള ലായനി ചേർത്ത് നോക്കിയെങ്കിലും ഗുണമുണ്ടായില്ല. ദേശീയ സീഡ് അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരെത്തി വിത്ത് പരിശോധനയ്ക്കെടുക്കുകയും ഫലം വരാനായി 3 ദിവസം കാത്തിരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ഇവർ പറഞ്ഞ ദിവസം പിന്നിട്ടിട്ടും വ്യക്തമായ മറുപടി കിട്ടാതായതോടെ കർഷകർ വിത്ത് വാങ്ങുകയായിരുന്നു. പാലക്കാടുള്ള സ്വകാര്യ വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്നാണ് കോൾ സംഘങ്ങൾ വിത്ത് വാങ്ങിയത്. മൂപ്പുകുറവുള്ള ജ്യോതി വിത്താണ് വലിയടം വട്ടക്കായൽ കോൾപ്പടവ് വാങ്ങിയത്. 165 ഏക്കർ കൃഷിയിടമുള്ള ഇവർ വിത്ത് കിലോയ്ക്ക് 37 രൂപയ്ക്കാണ് കർഷകർക്ക് നൽകുന്നത്. ഏക്കറിന് 25 കിലോ വീതം വിതരണം ചെയ്യും. ചിറ്റത്താഴം കോൾപ്പടവ് കമ്മിറ്റി 225 ഏക്കർ പാടത്തേക്ക് ഉമാവിത്താണ് വാങ്ങിയത്. സീഡ് അതോറിറ്റി ആദ്യം നൽകിയ വിത്ത് കർഷകർക്ക് സൌജന്യമായി നൽകുമെന്ന് കോൾപ്പടവ് സംഘങ്ങൾ അറിയിച്ചു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ബൈക്ക് മറിഞ്ഞ് യാത്രക്കാരിയായ യുവതിക്ക് പരിക്ക്. കേച്ചേരി ബാറിന് സമീപം നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് ആയമുക്ക് സ്വദേശി ചിറനെല്ലൂർ വീട്ടിൽ അഖിലിന്റെ ഭാര്യ രേഷ്മയ്ക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച രാവിലെ 7:30യോടെയാണ് അപകടമുണ്ടായത്. ബൈക്കിന് പുറകിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു രേഷ്മ. പരിക്കേറ്റ യുവതിയെ കേച്ചേരി ആക്സ് പ്രവർത്തകർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് പൈതൃകം ഗുരുവായൂർ നൽകിവരുന്ന കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരിയെ തെരഞ്ഞെടുത്തു. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം. ഗുരുവായൂർ ഏകാദശിയായ ഈ മാസം 25-ന് പുരസ്കാരം സമ്മാനിക്കും. കഴിഞ്ഞ 20 വർഷമായി പൈതൃകം നടത്തിവരാറുള്ള ഏകാദശി സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി വിവിധ കർമ്മ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചുകൊണ്ട് സമൂഹത്തിൽ സൽ സന്ദേശങ്ങൾ നൽകുന്ന മഹത് വ്യക്തിത്വങ്ങൾക്കാണ് കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകുന്നത്. ആധ്യാത്മിക പ്രഭാഷണ രംഗത്ത് മികവ് പരിഗണിച്ചാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. ഓൺലൈനിൽ നടക്കുന്ന ചടങ്ങ് ഭാഗവതാജ് ഗ്രാമം ആചാര്യൻ സ്വാമി ഉദിത് ചൈതന്യജി ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ ഏകാദശി വിളക്കാഘോഷങ്ങളിലെ പാരമ്പര്യ വിളക്കുകൾക്ക് തുടക്കമായി. കാപ്രാട്ട് കുടുംബം വക പഞ്ചമി വിളക്ക് ആഘോഷിച്ചു. വെള്ളിയാഴ്ച മാണിക്കത്ത് കുടുംബം വക ഷഷ്ടിവിളക്ക് തെളിയും. മാണിക്കത്ത് ചന്ദ്രശേഖര മേനോന്റെ പേരിലാണ് വിളക്കാഘോഷം നടത്തുന്നത്. ശനിയാഴ്ച സപ്തമി വിളക്കാഘോഷമാണ്. നെന്മിനി മനക്കാരുടെ വകയായാണ് സപ്തമി വിളക്കാഘോഷം. വെളിച്ചെണ്ണ ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കുന്ന വിളക്കെന്ന പ്രത്യേകതയും സപ്തമി വിളക്കാഘോഷത്തിനുണ്ട്. സ്വന്തം പറമ്പിലെ നാളികേരം ഉപയോഗിച്ചുള്ള വെളിച്ചെണ്ണയാണ് വിളക്ക് തെളിയിക്കാൻ ഉപയോഗിക്കുന്നത്. സാധാരണ നല്ലെണ്ണയും നെയ്യുമാണ് ഏകാദശി വിളക്കുകൾക്ക് ഉപയോഗിക്കാറ്. വെളിച്ചെണ്ണ ഉപയോഗിച്ച് വിളക്ക് തെളിയിച്ചാൽ കൂടുതൽ ശോഭ ലഭിക്കും. നെന്മിനി NC രാമൻ ഭട്ടതിരിപ്പാടിന്റെ പേരിലാണ് വിളക്ക്. നവംബർ 25-ന് ബുധനാഴ്ച ഏകാദശി ദിവസം ഗുരുവായൂർ ദേവസ്ഥത്തിന്റെ വക ഉദയാസ്തമന പൂജയോടെയുള്ള വിളക്കാഘോഷമാണ്. CCTV ന്യൂസ്, ഗുരുവായൂർ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നെഞ്ചുരോഗ ആശുപത്രിയിൽ 3 മാസം മുമ്പ് ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത 17.5 കോടി രൂപ ചെലവ് ചെയ്ത് സ്ഥാപിച്ചിട്ടുള്ള ലീനിയർ ആക്സിലറേറ്ററിന്റെ 3.53 കോടി രൂപ ചെലവ് ചെയ്ത് വടക്കാഞ്ചേരി MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിയിട്ടുള്ള ടെലി കോബാൾട്ട് മെഷീന്റെയും പ്രവർത്തനം ഉടൻ ആരംഭിക്കണമെന്ന് യുണൈറ്റഡ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. UTEFന്റെ നേതൃത്വത്തിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന നിലപാട് അറിയിക്കൽ ധർണ NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KN നാരായണൻ ഉദ്ഘാടനം ചെയ്തു. NGO അസോസിയേഷൻ ബ്രാഞ്ച് പ്രസിഡന്റ് KS മധു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KPSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം AM ജേസൺ മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ സെക്രട്ടറി CG ജോസ്, NGO അസോസിയേഷൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PM ഷിബു, ബ്രാഞ്ച് ട്രഷറർ ഷാജു VA എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി അയനൂരിൽ വീട്ടിനുള്ളിൽ മരണത്തോട് മല്ലടിച്ചു കഴിഞ്ഞിരുന്ന വയോധികയ്ക്ക് ആശ്വാസമായി കുന്നംകുളം പോലീസ്. നാട്ടുകാരുടെ സഹായത്തോടെ ജനമൈത്രി പോലീസ് ഇവരെ ആശുപത്രിയിലെത്തിച്ചു. പഴഞ്ഞി അയനൂരിൽ താണിക്കൽ 85 വയസ്സുള്ള ഉണ്ണിയമ്മുവാണ് വീടിനുള്ളിൽ അസുഖം മൂലം തളർന്നു കിടന്നത്.
സഹോദരൻ സുബ്രുവിന്റെ മരണശേഷം 6 മാസമായി ഇവർ ഒറ്റയ്ക്കാണ് കഴിയുന്നത്. അയൽവാസികളുടെ സഹായത്തോടെ ജീവിച്ചിരുന്ന ഇവരെ കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ സമീപവാസികൾ കണ്ടിരുന്നില്ല. വീടിന്റെ വാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ടതിനാൽ നാട്ടുകാർക്ക് തുറക്കാനുമായില്ല. വിവരമറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം SI VS സന്തോഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘമെത്തി. സമീപവാസികളായ സിനീഷ്, ആദർശ് എന്നിവരുടെ നേതൃത്വത്തിൽ വാതിൽ പൊളിച്ചപ്പോൾ പാത്രങ്ങളും മരങ്ങളും കൂട്ടിയിട്ട ഒറ്റമുറിക്കുള്ളിൽ അവശയായി കിടക്കുന്ന വള്ളിയമ്മൂനിയാണ് കണ്ടത്. ഹെൽത്ത് ഇൻസ്പെക്ടർ C മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഇവരെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെത്തിച്ചു. വള്ളിയമ്മുവിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. CCTV ന്യൂസ് പെരുമ്പിലാവ്. കടങ്ങോട് മനപ്പടി മൊയ്നുദ്ദീൻ ജുമാ മസ്ജിദിൽ പട്ടാപ്പകൽ മോഷണം. രാവിലെ 8 മണിക്ക് ശേഷം മുക്രി ഉസ്താദ് മുഹമ്മദ് ഭക്ഷണം കഴിക്കാൻ പോയ സമയത്താണ് മോഷ്ടാവെത്തിയത്. ഉച്ചയോടെ ഉസ്താദ് പള്ളിയിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത്. പള്ളിയിലെ അലമാരയും മേശവലിപ്പുകളും കുത്തിത്തുറന്ന നിലയിലാണ്. മേശയിൽ നിന്ന് 1020 രൂപ കാണാതായിട്ടുണ്ട്. പള്ളിയിൽ സൂക്ഷിച്ചിരുന്ന രേഖകൾ വലിച്ചു വാരിയിട്ടുണ്ട്. എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ K അബ്ദുൽ ഹക്കീമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഡോറൊക്കെ അടച്ചിട്ടിരിക്കുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഈ അന്തരീക്ഷങ്ങൾ മാറി കണ്ടത്. അപ്പോൾ ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ച് ഇതെല്ലാം കാണിച്ചു കൊടുത്തു. എൻ്റെ റൂമിൻ്റെ ലോക്കൊക്കെ പൊട്ടിച്ച് ഒരു ലോക്കടക്കം കൊണ്ടുപോയിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് മനസ്സിലായിട്ടുള്ളൂ. വേറെ ഒന്നും പ്രത്യേകമായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മനസ്സിലായത് അവർ മേളിലൊക്കെ തെരഞ്ഞ നിലക്ക് വിമുക്ത ഭടന്മാരുടെ പെൻഷൻ കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം പിൻവലിക്കുക, സൈനികരുടെ വിരമിക്കൽ പ്രായം കൂട്ടുന്നത് തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് കുന്നംകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. ബസ് സ്റ്റാൻഡിന് മുൻവശം ടാക്സി പാർക്കിൽ നടന്ന ധർണ KSESL കുന്നംകുളം യൂണിറ്റ് പ്രസിഡന്റ് AC രാമു ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് മോഹൻദാസ്, LT കേണൽ ജേക്കബ്, മഹിളാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ലത, നന്ദകുമാർ, ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ധനസമാഹരണം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി വടുതല ഡോള വെൽഫെയർ പ്രവർത്തകർ മത്സ്യവിൽപ്പന നടത്തി. കെംടെക് ജലശുദ്ധീകരണ കമ്പനിയാണ് ട്രസ്റ്റിന് 400ഓളം കിലോ ആസാം വാള ഇനത്തിൽപ്പെടുന്ന മത്സ്യം സംഭാവന നൽകിയത്. വിവിധ പ്രദേശങ്ങളിലെ നിർധനരായ കുടുംബങ്ങൾക്ക് മരുന്നിനും ഭക്ഷണത്തിനും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന ഡോള വെൽഫെയർ പ്രവർത്തകർ കോവിഡ് പ്രതിസന്ധിയിലും ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിയിരുന്നത്. വടുതല സെന്ററിൽ നടന്ന മത്സ്യവിൽപ്പനയ്ക്ക് ട്രസ്റ്റ് പ്രവർത്തകർ നേതൃത്വം നൽകി. വിപണി കൊതിയൂറും വിഭവങ്ങളുടെ രുചിക്കൂട്ടുമായി കാണിപ്പയൂരിൽ ഹാനൌട്ട് കഫേ ആൻഡ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചു. കാണിപ്പയൂർ KCB സബ്സ്റ്റേഷന് മുമ്പിൽ ആരംഭിച്ച ഹാനൌട്ട് കഫേ ആൻഡ് റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ പഞ്ചായത്ത് 10ാം വാർഡ് മുൻ മെമ്പർ സുനിലൻ നിർവഹിച്ചു. മാനേജിംഗ് പാർട്ണർമാരായ ജംസീർ, അബ്ദുൾ സമദ്, റഫീയുദ്ദീൻ, NC സനൂജ് എന്നിവർ സന്നിഹിതരായിരുന്നു. രുചിക്കൂട്ടുകളുടെ കലവറയാണ് ഭക്ഷണപ്രിയർക്കായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വിവിധതരം ബിരിയാണി, ഫ്രൈഡ് റൈസ്, ചിക്കൻ, ബീഫ് വിഭവങ്ങൾ, ഷവർമ, ബാർബിക്യൂ, തലശ്ശേരി സ്നാക്സ്, ഫ്രഷ് ജ്യൂസ്, മൊജിറ്റോസ് തുടങ്ങി വൈവിധ്യങ്ങളുടെ രുചി ആസ്വദിക്കാൻ ഇനി ഹാനൌട്ട് കഫേ ആൻഡ് റെസ്റ്റോറന്റ് എല്ലാ ദിവസവും രാവിലെ 11 മണി മുതൽ പ്രവർത്തനം ആരംഭിച്ചു. അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഹോം ഡെലിവറി. ഹാനൌട്ട് കഫേ ആൻഡ് റെസ്റ്റോറന്റ്, ഓപ്പോസിറ്റ് KCB സബ്സ്റ്റേഷൻ, കാണിപ്പയൂർ, കുന്നംകുളം. എരുമപ്പെട്ടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായിരുന്ന MS വിജയന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. ചിറ്റണ്ടയിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് MK ജോസ് ദീപം തെളിയിച്ച് അനുസ്മരണം നടത്തി. ബ്ലോക്ക് സെക്രട്ടറി PS മോഹനൻ, UDF സ്ഥാനാർത്ഥികളായ ഖദീജ അലി, VA ഉണ്ണികൃഷ്ണൻ, കോൺഗ്രസ് നേതാക്കളായ ഗോപിനാഥ് ഇടമന, PA ഷാജു, സതീഷ് ഇടമന, INTUC തൊഴിലാളികളും പങ്കെടുത്തു. നവമാധ്യമ കാഴ്ച. അപകടമാണെന്നറിഞ്ഞിട്ടും സാഹസികതയെന്ന പേരും പറഞ്ഞ് എടുത്തുചാടുന്ന ഒരുപാട് പേരുണ്ട്. ചില ഗുണപാഠങ്ങൾ പഠിക്കാൻ ഇത്തരം കാഴ്ചകൾ എന്തുകൊണ്ടും നല്ലതാണ്. ബാബു മരത്തങ്കോട് നൽകിയ ദൃശ്യത്തിലേക്ക്.
ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് വിൽക്കുന്ന വില 4680 രൂപ, വാങ്ങുന്ന വില 4670 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ചരമം. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം മഴുവഞ്ചേരി ചിറ്റിലപ്പള്ളി വീട്ടിൽ ജോസ് നിര്യാതനായി 84 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9-ന് എരനെല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ ദേവാലയ സെമിത്തേരിയിൽ നടക്കും. പരേതയായ കൊച്ചുറോസയാണ് ഭാര്യ. ഡേവിസ്, ഡെയ്സി എന്നിവർ മക്കളാണ്. പുന്നീർകുളം ചമ്മന്നൂർ പതിയാനവളപ്പിൽ അയ്യപ്പൻ നിര്യാതനായി 77 വയസ്സായിരുന്നു. സംസ്കാരം ആറ്റുപുറം നിദ്രാലയത്തിൽ നടത്തി. നാരായണിയാണ് ഭാര്യ. സുഭാഷ്, സുബിത, സുജീഷ്, സുകന്യ, സുഗീഷ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി. വെള്ളിയാഴ്ച സൂക്ഷ്മ പരിശോധന. 23 വരെ പത്രിക പിൻവലിക്കാം. അന്തിമ ചിത്രം തെളിയുന്നതോടെ കേരളം തദ്ദേശ പോരിന്റെ ആവേശത്തിലേക്ക് കടക്കും. തെരഞ്ഞെടുപ്പ് പത്രികാ സമർപ്പണം പൂർത്തിയായിട്ടും പലയിടത്തും UDF-ൽ അന്തിമ ചിത്രമായില്ല. കുന്നംകുളത്തും ഗുരുവായൂരിലും UDF-ൽ ഔദ്യോഗിക പട്ടിക പുറത്തുവന്നില്ല. കുന്നംകുളത്ത് വിമതർക്ക് 2 സീറ്റ് മാത്രമെന്ന സൂചന. വിമതരുടെ സാന്നിധ്യം വർദ്ധിക്കാൻ സാധ്യത. ഉരുളിക്കുന്നിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗം വിമത സ്ഥാനാർത്ഥിയായി പത്രിക നൽകി. തർക്കങ്ങളെ തുടർന്ന് ചാവക്കാട് CPM ബ്രാഞ്ച് സെക്രട്ടറി രാജിവെച്ചു. പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ട് മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തതിൽ രാഷ്ട്രീയമില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റെന്നും നിയമത്തിന്റെ വഴിയിലാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.tv സന്ദർശിക്കുക. നമസ്കാരം.